ഹലോ, ദിസ് ഇസ് അഞ്ജലി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖാലേ? ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ഹൈദരാബാദ് ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ കൊച്ചിയിലെത്തി. അവിടെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ നേരെ നമ്മൾ വേറെ അടിപൊളി മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ടാണ്. അപ്പൊ അത് എവിടാന്നും അവിടുത്തെ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമുക്ക് ഗോൽക്കണ്ട ഫോർട്ട് പോകാനൊക്കെ നല്ല പ്ലാൻ ഉണ്ടായിരുന്നേ. പക്ഷെ ഫ്ലൈറ്റിന്റെ ടൈമിങ്സും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ എണ്ണിക്കാനും കുറച്ച് വൈകിയത് കൊണ്ട് ആ പ്ലാനൊക്കെ മാറ്റി ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ കഥകൾ പറഞ്ഞ് തീരാത്തത് കൊണ്ട് നമ്മൾ തീരുമാനിച്ചു മോളിൽ പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ അയച്ച് കുറച്ചു നേരം പീസ്ഫുൾ ആയിട്ട് കഥ പറഞ്ഞിരിക്കാന്ന്. അല്ല വാട്സപ്പാ. അങ്ങനെ നമ്മൾ അമ്രുവിനോടും സെമുവിനോടും ഒക്കെ ടാറ്റ പറഞ്ഞിട്ട് കുറച്ച് വിഷമത്തോടെ ഞാൻ ഫ്ലൈറ്റ് കയറാണ്. നമ്മൾ കൊച്ചിയിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ചങ്ക് അഭിനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും അല്ല, യജവാനിയുടെ റീ റിലീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഹൈദരാബാദ് പോകുന്നതിന് മുന്നേ തന്നെ എന്റെ ബ്ലോഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരുപാട് ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് എന്തായാലും അത് നടക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ എല്ലാ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പത്തേക്കും ട്രാഫിക് കാരണം നമ്മുടെ പണി പാളിയെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വേഗം മെട്രോയിൽ കയറി കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് പടം തുടങ്ങുന്ന സമയത്ത് തന്നെ സിനിമ നമ്മൾ ഫോണിൽ കണ്ടു തുടങ്ങി. എന്നാ പിന്നെ പോയിട്ട് ആ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയാലും എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പടം ഈ ഒരു സീനിൽ എനിക്ക് വന്ന് കാണാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആഫ്റ്റർ എൻ ടൈം ഓഫ് വാച്ചിങ് ദിസ് മൂവി ഫൈനലി തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെയായിരുന്നു. അപ്പൊ എന്തായാലും അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് അരിപ്പേന്ന് കയറി അടിപൊളി ഫുഡും കഴിച്ച് നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അടുത്ത ജേർണിക്കായിട്ട്. അപ്പം നമ്മൾ ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ചെറിയ യാത്ര എന്റെ ലൈഫിൽ ഭയങ്കര ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ. കാരണം 2-3 വർഷം മുന്നേ എന്റെ അമ്മൂമ്മയോട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന്. ആ സമയത്ത് ആള് പറഞ്ഞ ഒരേ ഒരു ആഗ്രഹം ഫ്ലൈറ്റ് കയറണമെന്നായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് എനിക്ക് അതിനുള്ള ഒരു സമയവും സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് പറ്റുവാണെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആസ് പോസിബിൾ ആൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ചെയ്തു കൊടുക്കണം എന്നുണ്ടായിരുന്നു. നമ്മളവിടെ പോവാ. ഫൈനലി ദ മൊമെന്റ് ഹാസ് അറൈവ്ഡ്. ഞങ്ങൾ എല്ലാവരുടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ലീവും എല്ലാ സാഹചര്യങ്ങളും കാരണം അതങ്ങോട്ട് പറ്റിയില്ല. രണ്ടുപേരെന്താ അതെ വീഡിയോ कुर्सी की पॉकेट में उपलब्ध है. कुर्सी की पेटी इस तरह बांधी जाती है. कसने के लिए इस तरह फीते. നമ്മൾ ആദ്യം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാമിലി മൊത്തത്തിൽ. പക്ഷെ ആൾക്ക് റീസെന്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം കൊണ്ടായിട്ടും എൻ്റെ ടൈം പരിമിതി മൂലവും ഒക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് പോയി ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചൂസ് ചെയ്തത് ഗോവയായിരുന്നു. ഇറ്റ്സ് മൈ 3rd വിസിറ്റ് ടു ഗോവ. അപ്പോൾ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം അറിയാം. എന്നാൽ പോലും നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ അച്ഛനും അമ്മയും അമ്മൂമ്മയും അനിയത്തിയാണല്ലോ കേട്ടോ. ഞങ്ങൾ എല്ലാവരുമാണ് ട്രിപ്പ് പോകുന്നത്. നമ്മൾ വേഗം ഫ്ലൈറ്റ് ഒക്കെ കയറി. അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് സൺറൈസ് ഒക്കെ കാണാൻ പറ്റി എന്നുള്ളത് നല്ല ലക്കായിരുന്നു. പക്ഷെ രാത്രി മൊത്തം ഉറങ്ങാത്ത കാരണം എല്ലാവരും കിളി പോയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ ഒരു കിളി പോയ അവസ്ഥയിലായിരിക്കും എല്ലാവരും. ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ അമ്മൂമ്മ നന്നായി മാനേജ് ചെയ്തു കേട്ടോ. ആൾക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല ബ്രേവായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ എയർപോർട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും താങ്ക്ഫുള്ളി നമ്മുടെ കാറും ഡ്രൈവറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രൈവർ ചന്ദ്രു ചേട്ടൻ. ഗോവയില് അമ്മായിമാരൊന്ന് പുഞ്ചിരിക്കാമോ? നമ്മുടെ അബിന്റെ ട്രാവൽ കമ്പനി ആയിട്ടുള്ള വോണ്ടർഡേയ്സ് ആണ് കേട്ടോ ഈ ഒരു ട്രിപ്പിന് ഫുള്ള് നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കുന്നത്. സ്റ്റേ ആയാലും എല്ലായിടത്തുള്ള അറേഞ്ച്മെന്റ്സ് ആയാലും എല്ലാം ആള് സെറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അത് കാരണം ഭയങ്കര കോൺഫിഡന്റ് ആൻഡ് ടെൻഷൻ ഫ്രീ ആയി ഇവിടെ എത്തിക്കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും. നമ്മൾ നേരെ പോകുന്നത് നോർത്ത് ഗോവയാണ്. ഇപ്രാവശ്യം മെയിനായിട്ട് നോർത്ത് ഗോവ ഒരു 3-4 ഡേയ്സ് സ്പെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സൗത്ത് ഗോവ ഓൾഡ് ഗോവയും കാര്യങ്ങളൊക്കെ മാത്രം ഒരു യൂഷ്വൽ ടൂറിസ്റ്റ് തിങ് മാത്രമേ പ്ലാനിലുള്ളൂ.
ഗൈസ് നമ്മളിപ്പോൾ അഗോഡ ഫോർട്ടിലാണ്. അഗോഡ ഫോർട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തു. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നമ്മൾ എത്തിയിരിക്കുന്നു ഗോവ. ഓൾറെഡി ഗോവയിലാണ്. ഇവള് വിവരദോഷയാണ് ഗൈസ്. അഗോഡ ഫോർട്ട് ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ എത്തിയിരിക്കുന്നു കാരണം അച്ഛൻ്റെ കൂടെ കൈ പിടിച്ച് കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെയും കൊണ്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് എൻ്റെ പ്ലാനിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഒരുപാട് ട്രാവൽ എക്സ്പീരിയൻസ് ഉള്ള ഈ ആൾക്കാരെ കൊണ്ട് പോകുമ്പോഴത്തേക്കിനും എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചിട്ട് പറഞ്ഞ് പറ്റിക്കാനുള്ള ഒരു പരിപാടി നടക്കത്തില്ല. അപ്പൊ അവർ ഇതുവരെ ചെയ്തിട്ടുള്ള ട്രാവലിനെ കാട്ടി കുറച്ചുകൂടി ഒരു വേറെ ടൈപ്പ് ഓഫ് ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ഈ ഒരു ട്രിപ്പിൽ വിചാരിക്കുന്നുള്ളൂ. ഇനിയും എങ്ങനെയുണ്ട് ഗോവ? എങ്ങനെയുണ്ട്? കൊള്ളാം. എൻ്റെ എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് സാധനം. ഫുൾ മൈതാനം. നമ്മളിനി അവിടെ എന്തെങ്കിലും ഉണ്ടോ, ബീച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കാം. നോക്കും മുറ്റത്തൊരു മൈന. നമ്മളീ നിൽക്കുന്ന അഗോഡ ഫോർട്ട് 16th സെഞ്ച്വറിയിൽ പോർച്ചുഗീസുകാർ അവരുടെ ടെറിട്ടറീസിനെ കടൽമാർഗം വരുന്ന ശത്രുക്കളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അത് ഈ കൂറ്റൻ വാൾസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം അത് ഗോവനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു എന്നുള്ളത്. അച്ഛനെ തപ്പി നടന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരാളിരിക്കുന്നത്. എന്താ സുഖം. ആകാശത്ത് കയറിയിരിക്കുന്നു. ഡാഡി സ്പോട്ട് 400 വർഷം മുന്നേ ഏഷ്യയിലെ തന്നെ പോർച്ചുഗീസിന്റെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫോർട്ടും ലൈറ്റ് ഹൗസും ആയിരുന്നു ഈ അഗോഡയിൽ ഉണ്ടായിരുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നല്ല കൗതുകമുണ്ട് അല്ലെ. അഗോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസില് ഫ്രഷ് വാട്ടർ എന്നാണ് അർത്ഥം. കാരണം ഈ ഒരു ഫോർട്ടിന്റെ ഉള്ളില് നാച്ചുറൽ ആയിട്ടുള്ള ഉറവ ഉണ്ടായിരുന്നത് ഡ്രിങ്കിങ് വാട്ടറിന്. അപ്പൊ കപ്പലുള്ള ആൾക്കാരൊക്കെ ഇതൊരു വാട്ടർ സ്റ്റേഷൻ ആയിട്ട് കണക്കാക്കിയിട്ട് ഇവിടെ വന്നിട്ടായിരുന്നു വെള്ളമൊക്കെ ഫില്ല് ചെയ്യുന്നത് അത്ര. പോരാത്തതിന് ഇതിന്റെ താഴെ ഒരു ജയിലുണ്ട് കേട്ടോ. അത് പണ്ട് കാലത്ത് ഇവര് യൂസ് ചെയ്തിരുന്ന ജയിലാണെങ്കിലും ലേറ്റർ ഓൺ നമ്മൾ സെൻട്രൽ ജയിലാക്കി ഇപ്പൊ അതിന്റെ മോസ്റ്റ് ഓഫ് ദി ഏരിയാസ് മ്യൂസിയം ആക്കി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈംസ് രാവിലെ 9:30 to വൈകിട്ട് 6 PM വരെയാണ് കേട്ടോ. ഒരു ചെറിയ എൻട്രി ടിക്കറ്റോട് കൂടി നമുക്ക് ഇതിനുള്ളിൽ കയറാവുന്നതാണ്. നട്ടപ്ര വെയിലാണ്. നമ്മളിപ്പോൾ ലോവർ അഗോഡ ഫോർട്ടിൽ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ അടിപൊളി വൈബായിട്ടുണ്ട്. പക്ഷെ വെയിലത്ത് പോയി മുട്ടയിടാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തണലത്തിരുന്ന് കാഴ്ചകൾ കാണാൻ. ഈ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും വെയിൽ കാരണം. അപ്പോൾ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ സൺസെറ്റിന് സമയത്ത് വന്നാൽ നല്ല ഒരു ഗോൾഡൻ അവർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ വിൻ്റർ സീസണിൽ വരിക എന്നുള്ളതായിരിക്കും. അപ്പം അതിന് ഭംഗി പോകത്തില്ലേ? ഇത് വേറെന്തോ ഒരു സാധനമാണ്. എന്താണത്? എൻ്റെ കൈയും കാലും ഒക്കെ റെഡ്. ഇവിടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറെ അവിടെ ഭയങ്കര ഹാപ്പനിങ് ആണെന്ന് തോന്നുന്നു. ഫംഗസ് ആയത് ഇത് പിന്നെ കടലാമയുടെ ഒക്കെ പുറത്തെ പറ്റി പിടിച്ചിട്ട് ആമൊക്കെ ജീവിക്കാൻ വയ്യാത്ത. ഈയിടെ ഞാനത് ഇതിനകത്ത് കണ്ട് കുറെ വീഡിയോസ്. ഇത് പേര് ഞാൻ ഇതൊക്കെ തന്നെ എത്രയുള്ളൂ. ഇനി താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ബീച്ചും എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. പക്ഷെ രാത്രി മൊത്തം ഉറങ്ങാത്തതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടയേർഡാണ്. പോരാത്തതിന് ഈ പൊരിഞ്ഞ വെയിലും എനിക്ക് തന്നെ തീരെ പറ്റാണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോകാന്ന്. ഇവരെന്തായി മോളിൽ കയറിയിരിക്കണേ? അങ്ങനെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഗോവൻ താളി കഴിക്കാൻ നമ്മൾ ചൂസ് ചെയ്ത ഫാറ്റ് ഫിഷ് ഗോവയാണ് കേട്ടോ. അത്യാവശ്യം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും വർത്ത് ഫോർ മണിയാണ് ഇവിടുത്തെ താളി എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്ന ബേ ബൊട്ടീക്ക് എന്ന് പറഞ്ഞ് ബീച്ചിനടുത്തായിട്ട് തന്നെയുള്ള ഒരു റിസോർട്ടിലാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഉറക്കമൊക്കെ എണീച്ച് വന്നപ്പോഴത്തേക്കും രാത്രിയായി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റേയുടെ അടുത്തു നിന്ന് തന്നെ ഒന്ന് ഇറങ്ങി നടന്നു, ഒന്ന് ചുറ്റി കറങ്ങി, നൈറ്റ് വൈബൊക്കെ ഗോവയിൽ നിന്ന് കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഒരു പഞ്ചാബി സ്റ്റൈൽ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇത് ബാറൊക്കെയുള്ള ഒരു സെറ്റപ്പാണ്. അടിപൊളി വൈബായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവർ ഡെസേർട്ട് കഴിക്കാൻ എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ അതും കഴിക്കാനായിട്ട് വേറെ സ്ഥലത്ത് കയറി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഇതുവരെ ഞാൻ ഗോവയിൽ വന്നതിൽ
ലൈക്ക് ഫ്രണ്ട്സിനോട് വരുമ്പോൾ വേറൊരു വൈബ്, ഫാമിലിയോട് വരുമ്പോൾ വേറൊരു വൈബ്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മളൊക്കെ ഐസ്ക്രീം കഴിക്കുമ്പം അമ്മൂമ്മയ്ക്ക് രാത്രി ഐസ്ക്രീം കഴിച്ചാൽ പനി മേടിക്കുമെന്ന് പേടിയായിട്ട് ചൂടുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്മോക്ക്ഡ് ബ്രൗണിനെ വാങ്ങിച്ചു. അതാകുമ്പോൾ ചൂടോടെ ഐസ്ക്രീം കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. എന്തായാലും ആൾക്കും കഴിക്കാൻ പറ്റിയ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഭയങ്കര ഹാപ്പി. കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബിൽ ഇടാനുള്ള സാധനങ്ങളായി. അത് ബ്ലാക്കും കുറച്ച് വൈറ്റ് ടച്ച് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ പിടിക്കും. ഷുഗറിന്റെ ഗുളിക എടുത്തിട്ടുണ്ടല്ലോ. ആദ്യം കപ്പലായിട്ട് എന്നെ ചിരിക്കേ. എനിക്ക് ബട്ടർ വെച്ച് എല്ലാവർക്കും കൂടെ ഈ സാധനം വാങ്ങിച്ചാ ഇത് കഴിക്കും. ഈ ചർച്ച് ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് ഞങ്ങൾ റൊട്ടിയും തന്തൂരി ചിക്കനും. ഇവിടുത്തെ തന്തൂരി ചിക്കൻ ഭയങ്കര എനിക്കിഷ്ടമാണ്. അതിന് മുന്നേ കഴിച്ചപ്പോഴും ഇപ്പോഴും അടിപൊളിയായിരുന്നു. ആൻഡ് ഫുഡ് പൊളി. അപ്പോൾ ഇന്നിനും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. റൂമിൽ പോയി കിടന്ന് ഉറങ്ങണം വീണ്ടും. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നമുക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ട് പോവാണ്. ദിവസം വായിക്കും. അപ്പൊ ഞങ്ങൾ അച്ഛൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് എല്ലാവരും ഒറ്റയടിയാ അടിച്ചേച്ച് പറയും, ഇന്നലെ വായിച്ചതാന്ന് ഇന്നും വായിക്കുന്നു. കിടക്കുന്നവർക്ക് മുമ്പേ അടിയാ കാലയില്. പക്ഷെ അന്ന് ഒരു പുസ്തകം വായിച്ചത് കൊണ്ട് നമ്മൾ വായിച്ച് അത്രയും പഠിച്ചത്. വെരി കറക്റ്റ്. നമ്മൾ വായിച്ച് പഠിക്കണം. കിടന്നോണ്ട് പഠിക്കുന്നവർക്ക് അടിയാ. എന്നിവിടെ സമയം എത്രയായി? 12 മണി. 12 മണിക്ക് ഗ്രാൻഡ് മദർ ചില്ലിങ് ഒരു വിളക്കിന്റെ ഞാനന്ന് കടന്ന് കാല് നീട്ടിയിട്ടുണ്ടാ കിടക്കുന്ന പഠിക്കുന്നു. ഇത് അവിടുത്തെ സ്റ്റൈലാ. അപ്പോൾ that's all about first day in Goa with family. See you again in next video. Thanks for watching.